Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. How are you everybody? I trust you're all keeping well. എബ്രായർ 11:1 പഠിക്കുമ്പോൾ When we study Hebrews chapter 11 verse 1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. faith is being sure of what we hope for and being certain of what we do not see. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്നുള്ള ഒരു വലിയ സബ്ജക്റ്റാണ്. In our lives, faith is a big subject. തമ്മിൽ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. It is impossible to live without trusting one another. വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകും. How many family lives have failed because they don't have trust in one another? The path of faith, വിശ്വാസത്തിന്റെ വഴി. The path of faith. ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസത്തിന്റെ പാത്താണ്, വഴിയാണ്. Christian life is a way of faith. The patience of faith. The patience of faith. വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്. Oh, the patience of faith. അതിനൊരു പേഷ്യൻസ്, ക്ഷമ തന്നെ ആവശ്യമാണ്. Yes, you need patience for that. The pattern of faith. The pattern of faith. വിശ്വാസം അതൊരു മാതൃകയായിരിക്കും. Oh, faith is a pattern. ഇന്ന് അനേകർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും അതൊരു മാതൃക, മോഡലായി തീരാൻ പറ്റുന്നില്ല. Even though many have faith, they're not able to become a model. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, The Holy Bible says, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. without faith it is impossible to please God. Without faith it is impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ If we need to please God, നമുക്ക് ഫെയ്ത്ത് ആവശ്യമാണ്. we need faith. I mean, the foundation is faith. The foundation is faith. The wall are hope. The wall is hope. The roof is love. The roof is love. ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. We need these three. വിശ്വാസം ഫൗണ്ടേഷനാണ്. Faith is the foundation. ആമേൻ. നമ്മുടെ ചുറ്റുമുള്ള മതിലൊരു ഹോപ്പ്, പ്രത്യാശയാണ്. The wall around us is hope. നമ്മുടെ മുകളിലുള്ള റൂഫ് അത് ലവ് ആണ്. And the roof above us is love. കർത്താവ് നമ്മെ സ്നേഹിച്ചതാണ് ഏറ്റവും വലിയ സ്നേഹം. The Lord loved us. That is the greatest love. കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കാൻ ഇടയാകരുത്. Nothing can separate us from the love of God. നാം എന്നും ഫെയ്ത്തിൽ ഉറച്ചു നിൽക്കണം. We must always stand firm in faith. ചില കാര്യങ്ങൾ സാധിക്കുന്നതല്ല വിശ്വാസം. Faith is not that some things have made possible for us. യേശുവിന്റെ കാൽവറി മരണം, Jesus' death on Calvary. പിതാവിന്റെ വാക്ക് വിശ്വസിച്ചു. Oh, he believed the word of the Father. അതുപോലെ സംഭവിച്ചു. It happened accordingly. യേശു അടക്കപ്പെട്ടു. Jesus was buried. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. On the third day he rose again. ഇതെല്ലാം വിശ്വാസമായിരുന്നു. All this was about faith. ആർക്കും ആമേൻ തടയാൻ പറ്റിയില്ല. Nobody was able to stop it. നിങ്ങളുടെ വിശ്വാസത്തെ തടഞ്ഞു വെക്കാൻ To stop your faith. ഒരു കല്ലറയ്ക്കും കഴിയത്തില്ല. No tomb can do that. ഒരു ശക്തിക്കും കഴിയത്തില്ല. No power can do ഒരു that. മുദ്രയ്ക്കും പറ്റത്തില്ല. No seal can do that. ആമേൻ. വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ശക്തി. There is a faith that believes. അതാണ് ആത്മശക്തി. That is the power of the Holy Spirit. ആ വിശ്വാസം നിമിത്തം Because of that faith, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. the power that operates on our അതുകൊണ്ടാണ് behalf. പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. That is why it is written, the power that operates according to the faith that is at work within വിശ്വസിക്കുന്ന us. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. Oh, the power that operates according to the faith that is at work within ഞാൻ us. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I'm going to pray for you. ഇന്നത്തെ മീറ്റിംഗിൽ This meeting, നിങ്ങളുടെ ഫെയ്ത്ത് your faith, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും. you are going to implement ഈ it. ഫെയ്ത്തിലൂടെ Through faith, വലിയ കാര്യങ്ങൾ നടക്കുന്നു. great things will happen. ആമേൻ. പ്രാർത്ഥിക്കാം. Oh, let's pray. നിങ്ങളുടെ വിശ്വാസം, Your faith, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, your faith in Jesus അത് Christ, സക്സസ് ആകാൻ പോകും. that will become successful. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഇപ്പോൾ right now, ആമേൻ, ഈ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്തു. we bless these people. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, Those who are burdened because they don't have children. ഇപ്പോഴും നിങ്ങൾ ഒരു സംശയത്തിലിരിക്കുന്നു. Right now, even now, you have doubts. എന്തെങ്കിലും നടക്കുമോ? Will anything happen? ഇനിയൊരു വിടുതലില്ല. There's no more പക്ഷേ deliverance. കർത്താവ് പറയുന്നു, The Lord is saying, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God will do a miracle for you. നിങ്ങളുടെ ഭർത്താവിന്റെ നേരെ നിൽക്കുന്ന ഒരു കോർട്ട് കേസ് A court case against your husband. കർത്താവ് പറയുന്നു, The Lord says അത് മാറാൻ പോകുന്നു. that is going to change. ഇതുവരെ നിങ്ങൾക്കെതിരായിരുന്നു, Till now it was against you. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. But God will do a miracle for you. നിങ്ങൾ ഭാരപ്പെടണ്ട. Do not
not be burdened. ഇപ്പോഴും Right now. ഒരു തലമുറയുടെ ഡിപ്രഷൻ ഓർത്ത് Oh, depression concerning your children. ഭാരപ്പെടുന്ന മാതാവും പിതാവും. The mother and the father were burdened അവൻ over that. കാനഡയിൽ പഠിച്ചു. Oh, he studied in Canada. ഇപ്പോൾ അവൻ നാട്ടിൽ വന്നിരിക്കുന്നു. Now he's come back to India. എന്നാൽ അവന്റെ ജീവിതത്തിൽ But in his life, ഒരു വഴിയും കാണുന്നില്ല. there's no way out. അവന്റെ ഹൃദയം മുഴുവൻ വേദന. His heart is full of pain. എന്നാൽ യേശു പറയുന്നു, But Jesus says, ഒരു ഭയങ്കര വിടുതൽ a great deliverance നിങ്ങളുടെ കുടുംബത്തിനകത്ത് നൽകാൻ is പോകും. going to take place in your നിങ്ങൾ family. ഇനി പുറകോട്ട് നോക്കരുത്. Do not look back anymore. ആമേൻ. Amen. ആമേൻ. നിങ്ങൾ മുന്നോട്ട് നോക്കുക. Look forward. യേശു നിങ്ങളെ വിടുവിക്കും. Jesus will deliver you. കർത്താവിന്റെ അത്ഭുതകരം നീട്ടണം. Though stretch forth your miraculous ഈ hand, Lord. ജനത്തെ ബ്ലസ് ചെയ്യും. Bless this people. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. God bless you. വിശ്വാസം, Faith. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം Faith in Jesus Christ. ഒരിക്കലും കുറയരുത്. Never loosen that. സ്ട്രോങ് ഫെയ്ത്ത്. Stand strong in faith. നിങ്ങൾ അത് ഏറ്റെടുക്കൂ. You take it up. കർത്താവിന്റെ കരം നിങ്ങളെ ടച്ച് ചെയ്യും. The Lord's hand will touch you. ആമേൻ. Amen.